ഹായ്, ഞാൻ മഞ്ജു ഗോപിയാണ്. ഞാൻ വെറുതെ പുറത്തേക്ക് ഇറങ്ങിയതാണ്. പുറത്തേക്ക് എന്ന് പറഞ്ഞാൽ വേറെ അടിയല്ല, ഇതാ വീട്ടിൻ്റെ പറമ്പത്ത് തന്നെയാണ്, വീട്ടിൻ്റെ മുറ്റത്താണ്. അപ്പോൾ ഇത്ര രാവിലെ ഒരു ഭംഗിയാണ് പുറത്തിറങ്ങാനും കാഴ്ചകൾ നോക്കാനൊക്കെ. രാവിലത്തെ പോലെ ഒരു സൗന്ദര്യം വേറെ ഒരിക്കലും കിട്ടില്ല. അല്ല, ഇപ്പോൾ ഇങ്ങനെ പരിശോധിക്കുക എന്തെല്ലാം ഉണ്ട് ഉണ്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ നോക്കണ്ടേ. ഇവിടെ ഒരു ആത്തച്ചക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ആത്തച്ചക്ക, അതാ നിങ്ങളിതിന് ആത്തച്ചക്ക എന്നാ പറയുക, വേറെ ആൾക്കാരെന്നാ പറയാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒന്നുണ്ടായി നിൽക്കുന്നുണ്ട്, ഒരൊറ്റ ഒന്നേ ഉള്ളൂ. വലുതായിട്ടില്ല, നിറയെ ഇതാ ഉറുമ്പ് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. തൊടാൻ പറ്റില്ല, അത് നിറയെ ഉറുമ്പാതുമ്മൽ. നല്ലതാണ്. ഇത് ഞങ്ങളുടെ വയൽ, അത് ഞാൻ ഒരിക്കലും വീഡിയോ ഇട്ടിരുന്നു. വയൽ പിന്നെ വേറെ ഭംഗിയുള്ള സാധനം പറയണ്ട. പിന്നെ വെറുതെ ഇങ്ങനെ പുറത്തിറങ്ങി ഇങ്ങനെ നടക്കാനൊരു സുഖം രാവിലെ തന്നെ. പുറത്തുകൂടി ഇങ്ങനെ നടക്കുക, കുറച്ച് സമയം ഇങ്ങനെ കണ്ട് നടക്കാനൊരു പ്രത്യേക എന്താ പറയുക, ഒരു വൈബാത്, ഒരു എനർജിയാണ്, ഒരു സന്തോഷമാണ്. വീട്ടിലിങ്ങനെ ഇരുന്ന് ഇനിയിപ്പം വീട്ടിലേക്ക് കയറണം, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇങ്ങനെ ഓരോ പൂക്കളൊക്കെ നോക്കി ഇങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ നടക്കും. ഒരു സുഖമാണ്. ഉണ്ടായ പൂക്കളാണ്. ഇത്തിരി പച്ചക്കറി ഉണ്ട്, അതൊക്കെ ഒന്നിങ്ങനെ നോക്കി നോക്കി നടക്കാം. ഇത് മന്ദാരം, ഞങ്ങളുടെ പറമ്പാണ്. അതുകൊണ്ട് എനിക്ക് ഒരു പച്ചമുളകൊക്കെ ഉണ്ട്. പച്ചമുളകാണിത്. കുറേ പച്ചമുളകുണ്ട്. അതൊക്കെ വിളവെടുത്ത് കഴിഞ്ഞതാണ്, വീണ്ടും ഉണ്ടാകുന്നുണ്ട്. ഒക്കെ വിളവെടുത്ത് കഴിഞ്ഞതാണ്. അതൊക്കെ വീണ്ടും ഉണ്ടായി വരികയാണ്. ഇതാണ് കർപ്പൂര തുളസി എന്ന് പറയും. കർപ്പൂര തുളസി ഇതും നല്ലൊരു ഔഷധമാണ്. ഇത് ആവി പിടിക്കാനൊക്കെ നമുക്ക് ഈ ഒരു കാലാവസ്ഥയിൽ ജലദോഷമെല്ലാം പിടിച്ചാൽ ആവി പിടിക്കാനൊക്കെ നല്ലതാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എൻ്റെ നിഗമനമൊന്നുമല്ല, ഞാൻ ഓരോരുത്തർ വായിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നതാണ്. ഞാൻ മുതിർന്ന ആൾക്കാരൊക്കെ പറഞ്ഞു തരുന്നതാണ്, ഇത് അങ്ങനെ മനസ്സിലാക്കുന്നതാണ്. ഇതാണ് നമ്മളെ ബോംബെ മല്ലി എന്ന് പറയും ഇയാൾ. ഇതാ അത് ഞാൻ ഇന്നാളത്തെ ഒരു സ്ഥലത്ത് മനസ്സിലാക്കിയതാണ്. ഇത് നല്ലൊരു ഔഷധം കൂടിയാണ്. പിന്നെ നമ്മൾ മല്ലിച്ചപ്പ് ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് ഇത് ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. നമുക്ക് കറിയിലൊക്കെ ഇടാം, ചിക്കൻ കറിയിലും നമ്മളങ്ങനെ ഉപയോഗിക്കുന്ന മസാലക്കറിയിലൊക്കെ ചേർത്താൽ മല്ലിച്ചപ്പിന് ബദലായിട്ട് ഇത് ഉപയോഗിക്കാം. ബോംബെ മല്ലി എന്ന് പറയും. ഇനി നിങ്ങളെ പേരെന്താണെന്ന് എനിക്കറിയില്ല, പറയുന്നത് എന്താണെന്ന് അറിഞ്ഞൂടാ. പിന്നെ അതുകൊണ്ട് ഞാനിത് ഞാൻ തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് നല്ലൊരു ടേസ്റ്റാണ്. ഇന്ന് മല്ലിച്ചപ്പ് ഇട്ടെല്ലാം കൂടുതൽ ടേസ്റ്റ് വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതേ ഒരു മണവും ഗുണവും ഒക്കെ കിട്ടുന്നുണ്ട്. ഇതെൻ്റെ വീട്ടിൻ്റെ പരിസരമാണ്. ഞാൻ കുറച്ച് സമയം ഇങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചാണ്. എന്നിട്ടിതാ വീടാണിത്, പഴയ വീടാണ്. അവിടെ വേറൊരു വീടും കൂടിയുണ്ട്, അവിടെ അടുത്തുള്ള വീടാണ്. ഇതെൻ്റെ പൂക്കളൊക്കെ എൻ്റെ പൂക്കളാണ്. പൂക്കൾ കുറേ ഉണ്ടായിരുന്നു, എല്ലാം സമയം ഇനിയിപ്പോൾ പോയി. ഇനിയിപ്പോൾ സമയമായി, ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമായി. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകണം, സമയം കുറേ ആയി. ഈ ചെമ്പരത്തിപ്പൂ കാണുന്നുണ്ട് ഇവിടെ. ചെമ്പരത്തി മൊട്ടോടുകൂടി ഒരു ചെമ്പരത്തി ഉണ്ട്. ഇനിയിപ്പോൾ ഞാൻ വീട്ടിലേക്ക് കയറുകയാണ്. ഇനി ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കട്ടെ, സമയം ഒരുപാടായി. ബൈ.